ഹലോ ഓൾ, നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് കണ്ണൂരിൽ നിന്നുമുള്ള ഒരു ആന്റർപ്രനർ ആണ്. അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പുറത്ത് GCC കൺട്രീസിലും അതുപോലെ തന്നെ ഫിലിപ്പൈൻസിലും എല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു യങ് ഓൺട്രപ്രനർ ആണ്. വൺ ആൻഡ് ഓൺലി ഡോക്ടർ ഹർഷാദ്. ഹായ് ഹർഷാദ്, ഹൗ ആർ യു? ഗുഡ് ഫൈൻ. സുഖമായിട്ടിരിക്കുകയാണ്. സോ അങ്ങനെ കണ്ണൂർ എത്തിയല്ലേ? അപ്പൊ കുറച്ച് ദിവസം ഇവിടെ കണ്ണൂർ ഉണ്ടാകും. അപ്പൊ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, പൊതുവെ ഒരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ തന്റെ സ്ഥലത്ത് നിന്നിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും പുറം രാജ്യങ്ങളിലേക്ക് പോവുക. പക്ഷെ താങ്കളുടെ കേസ് വരുമ്പോൾ താങ്കൾ GCCയിൽ, എനിക്ക് തോന്നുന്നു ദുബായിൽ അല്ലെ, ദുബായില് തന്റെ ബിസിനസ് എല്ലാം ഫുള്ളി സെറ്റ് ആയതിനു ശേഷം ആഫ്റ്റർ ഒരു 6 years കഴിഞ്ഞതിന് ശേഷമാണ് താങ്കൾ കണ്ണൂരിലേക്ക് വന്നത്. സോ ആ ഒരു ജേർണിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും പറയാം. വളരെ സന്തോഷം തോന്നുന്നു സവിതയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു അതിഥിയായിട്ട് വിളിച്ചതിൽ. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ദുബായ് കൺട്രിയാണ്. കാരണം ഫാദർ ഒരു 42 വർഷം ഗൾഫിലായിരുന്നു, അബുദാബിയിലായിരുന്നു. അപ്പോ അറിയാലോ, നമ്മളെ കുട്ടിക്കാരെ അതാണ് അറിയുന്നത്, അതാണ് കാണുന്നത്. വിസിറ്റിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പോയത്. അങ്ങനെ തന്നെ എന്റെ പഠനത്തിന് ശേഷം കോയമ്പത്തൂർ ഞാൻ ബിസിനസ് മാനേജ്മെന്റിന് ശേഷം തന്നെ 2 മാസം കൊണ്ട് തന്നെ അവിടത്തേക്ക് പോയി. ഒരു 6-7 മാസം ഒരു SDC എന്ന് പറയുന്ന ലോജിസ്റ്റിക്സ് കമ്പനിയിൽ അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്തു. 7 months ശേഷമാണ് ഓൾറെഡി ഞാൻ കോയമ്പത്തൂർ നിൽക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത ഒരു അഡ്മിഷൻ സർവീസസ് ആ ഒരു മേഖല ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം അതോടൊപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കൂടിയിട്ടാണ് കറാമയില്, ദുബായ് കറാമ ഒരുപാട് ഇന്ത്യൻസ് ഉള്ള ഏരിയ. അവിടെ MBA ഞാൻ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുമായിരുന്നു. ആ സമയത്ത് അവിടുന്ന് പരിചയപ്പെട്ട 2 സുഹൃത്തുക്കളായി ചേർന്നിട്ടാണ് ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012. ചെറിയൊരു എമൗണ്ട് അന്നത്തെ സാലറി കാര്യങ്ങൾ സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് എന്റർപ്രണർ ആവണം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ തുടക്കക്കാരെ പോലെ ഒരുപാട് എന്താ പറയാ കഷ്ടപ്പാട്. നമുക്ക് ആദ്യത്തെ 3-4 മാസം റെന്റ് കൊടുക്കാനും, ആദ്യം സ്റ്റാഫൊന്നും ഇല്ല, ഞങ്ങളൊക്കെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അതൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ സ്റ്റാഫിന്റെ സ്മാർട്ട് വർക്ക്, കൊളീഗ്സിന്റെ സപ്പോർട്ട്, വെൻഡേഴ്സിന്റെ സപ്പോർട്ട് ഒക്കെ കാരണം നമുക്ക് ദുബായ് എമിറേറ്റിൽ നിന്നും മറ്റ് 7 എമിറേറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. ആദ്യം തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ ഒമാനിലും അതുപോലെ കുവൈത്തിലും ബഹ്റൈനിലും അതുപോലെ ഖത്തർ, സൗദി അറേബ്യ, അപ്പോൾ ഗൾഫ് കൺട്രീസ് കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു 5-6 വർഷം അവിടെ ബിസിനസ് ചെയ്തതിനു ശേഷം ഞാൻ കണ്ണൂർ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടെ വന്ന് അല്ലെങ്കിൽ ടൗണിൽ തൊട്ടടുത്ത് വന്ന് എന്തെങ്കിലും സ്ഥാപനം ചെയ്യണം. അങ്ങനെയാണ് അവിടുത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖല ഇവിടെ ലീഡേഴ്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഓൺ ബ്രാൻഡിൽ സിംഗിൾ ആയിട്ടുള്ള വെഞ്ചറാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ സെഞ്ചുറി ടെക്സ്റ്റൈൽസിന്റെ ഓപ്പോസിറ്റ് പ്രഭാതിൽ ഇമാദ് ടവറിലാണ് 2017 ഒരു ചെറിയൊരു 2000 സ്ക്വയർ ഫീറ്റ് ഓഫീസ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത് 2025 വരുമ്പോ നമ്മുടെ കണ്ണൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, കൊച്ചി, ചെന്നൈ, കോയമ്പത്തൂർ, മാംഗ്ലൂർ, ഡൽഹി, ജയ്പൂർ, ഇത്രയും സ്ഥലത്ത് അത് ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്തു. ലീഡേഴ്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് ലീഡേഴ്സ് കോളേജായി മാറി. അടുത്ത ഡിഫറെന്റ് വെർട്ടിക്കൽസ്, അതുപോലെ ലീഡേഴ്സ് സ്കൂൾ ഓഫ് ഫാഷൻ ബ്യൂട്ടി, ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി, ലീഡേഴ്സ് ഹെൽത്ത് ക്ലബ്, ഇത്രയും ചെയ്യാൻ പറ്റി. പിന്നെ അതിനുപരി കുറെ ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാജുവേറ്റ്സ് അവരൊക്കെ വരണം, പാസ് ഔട്ട് ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ലീഡേഴ്സ് കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. താങ്കളുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പലർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണെങ്കിലും ബ്രില്യൻസ് ആണെങ്കിലും കേരളത്തിലും അതേപോലെ തന്നെ GCC കൺട്രീസിലും പുറത്ത് ഫിലിപ്പൈൻസിലും എല്ലാം അത്രത്തോളം എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോ UAE ടോപ്പ് 50 അല്ലെ, ടോപ്പ് 50 മലയാളി ഓൺട്രപ്രനേഴ്സിൽ താങ്കളുടെ പേരുണ്ട്. സോ കണ്ണൂരുകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോ കേരളത്തിലാണെങ്കിൽ ടോപ്പ് 100 പവർഫുൾ മലയാളീസിലും താങ്കളുടെ പേരുണ്ട്. സോ ഇത് നമുക്ക് പറയാൻ വളരെ ഈസിയാണ് അല്ലെ. താങ്കളുടെ ആ ഒരു എഫേർട്ട്, ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള താങ്കളുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെയധികം കഠിനമായിട്ടുള്ള ഒരു ഒന്ന് തന്നെയായിരിക്കും. ഞാനിതൊരു മുന്നത്തെ ഇന്റർവ്യൂവിലും എല്ലാ കാര്യത്തിലും പറയുകയാണ്. എനിക്ക് എപ്പോഴും ആര് ചോദിച്ചാൽ പറയാനുള്ളത് ഒരു മെയിൻ എന്റെ ഒരു ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവം, ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോട് ചെയ്യണം, ഡെഡിക്കേഷൻ, സിൻസിയർ. ചെയ്യുന്ന എന്ത് കാര്യം, ഞാനിപ്പോ സവിതയായിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ നമ്മളെ വ്യൂ ചെയ്യുന്ന ആളുകൾക്ക് നാളെ ഇതുകൊണ്ടൊരു മോട്ടിവേഷൻ വരണം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മെസ്സേജ് കാരണം അവർക്കൊരു ഇൻസ്പിറേഷൻ വരണം. ഇതിന്റെ ഒരു എന്തെങ്കിലും വെച്ച് അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറാൻ പറ്റിയാൽ അത് യൂസ്ഫുൾ. അപ്പൊ നമ്മുടെ ടോട്ടൽ കോൺസെൻട്രേഷൻ ഈ ഒരു ഇന്ററാക്ഷനിലായിരിക്കണം, ശ്രദ്ധ എവിടെ ആയിരിക്കണം, മറ്റു വർക്കുകളിൽ നിന്ന് മാറുക. കാരണം ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു ബിസിനസ്മാൻ ആവുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രീമുള്ള കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുമോ, ഒരിക്കലും നമ്മളത് സ്വപ്നം കാണും. പക്ഷെ സ്വപ്നം ഒരുപാട് കാണുമായിരുന്നു. എനിക്ക്
പണ്ട് വിസിറ്റിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ആ ഒരു അറബികളൊക്കെ കൊണ്ടുപോകുന്ന വലിയ ബൈക്ക്, അത് ഏത് ബൈക്കാന്ന് പേര് പോലും അറിയില്ല, ഹോണ്ട ഗോൾഡ് വിൻ. അത് ബിസിനസ് ചെയ്യുമ്പോൾ ആലോചിച്ച് വാങ്ങിക്കണം, അത് വാങ്ങിച്ചു. പിന്നെ ആലോചിച്ച നാട്ടിൽ വാങ്ങിക്കണം, അതേ ബൈക്ക് നാട്ടിൽ വാങ്ങിച്ചു. എക്സാമ്പിൾ പറയാം, നമ്മൾ ഡ്രീം സ്വപ്നം കാണുന്നത് നമുക്ക് കറക്റ്റായിട്ട് കണ്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അനുഭവമുണ്ട്. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അപ്പൊ എനിക്ക് പറയാനുള്ള, നമ്മൾ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരവില്ല. അത് വിജയിപ്പിച്ചെടുക്കാനുള്ള ഓട്ടത്തിലായിരിക്കണം. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കുന്ന മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി. ഇപ്പൊ എനിക്ക് കൗൺസിലിംഗ്, കൺവിൻസിങ്, സംസാരിക്കുന്നത് അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ അത് ആ ഫീൽഡിലോട്ട് പോവാം. ഇപ്പൊ ഞാൻ മോട്ടിവേഷൻ ടോപ്പിക്കിലാണ് PhD റിസർച്ച് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എനിക്ക് അറിയാത്തൊരു ഫീൽഡിൽ പോയി ഞാനിപ്പോ വേറെ ഏതെങ്കിലും എക്സ്പോർട്ട് ഇമ്പോർട്ട് രീതിയിൽ പോയി ലോജിസ്റ്റിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിൽ കൂടുതൽ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫിയർ ചെയ്യുന്നത് നമുക്ക് ലോസ് വരുമോ, ഈ എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ കുറെ ഘട്ടങ്ങൾ, പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൾറെഡി കോൺഫിഡൻസ് വരും. അത് എക്സ്പീരിയൻസിൽ കിട്ടുന്ന സാധനമാണ്. ആ കോൺഫിഡൻസ് കിട്ടിയാൽ നമുക്കെല്ലാം ഈസി ആയിട്ട് തോന്നും. നമ്മള് സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു എൻഡ് ഇല്ല. അത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ചെയ്ത ബിസിനസ് ആണെങ്കിൽ നിലനിർത്തണം. ഇനി ചെയ്യാനുള്ളത് കറക്റ്റ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. എപ്പോഴും അലേർട്ട് ആയിരിക്കണം, ബട്ട് സെയിം ടൈം നമ്മൾ എൻജോയ് ചെയ്യണം. കാരണം ബാലൻസ് ചെയ്യണം ലൈഫ്. നമുക്ക് പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വളരെ പ്രൊഡക്ടിവിറ്റിയോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഹർഷത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ചോദ്യമാണ്. ഇപ്പൊ പറഞ്ഞില്ലേ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞില്ലേ. ഹർഷദിനെ എപ്പോഴും കാണുമ്പോൾ വളരെയധികം കൂൾ ആൻഡ് ചിയർഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഒരു സെൽഫ് ലവ്, സെൽഫ് ഹാപ്പിനെസ്, അതിന് അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണോ? 100%. കാരണം ഞാനിപ്പോ ഇപ്പോഴല്ല, പഠിക്കുന്ന സമയത്താണെങ്കിലും ഇനി നമ്മുടെ ചെറുപ്പ സമയത്താണെങ്കിലും എല്ലാ സ്ഥലത്തും നമുക്കൊരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം, നമ്മൾ എന്താ പറയാ, ഒരു അറ്റൻഷൻ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ്. അപ്പൊ എല്ലാത്തിലും പോയി വീഴാറുണ്ട് മുന്നിലെ കാര്യങ്ങൾ. രണ്ടാമത്തത് കൂട്ട് പെട്ടെന്ന് കൂടും, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ആളാണ്. അപ്പോ എനിക്കും ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ പോലും അത് ആക്ച്വലി എന്റെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫിനോ മാത്രമല്ല, അതിലൊരു കാണിയായിട്ട് വ്യൂവർ ആയിട്ട് ഞാനും ഇരുന്ന് ആസ്വദിക്കുകയാണ്. ഓക്കെ, എന്ത് പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മൾ എന്താണെങ്കിലും എന്ത് ഫംഗ്ഷൻ വരുവാണെങ്കിലും ആ സമയത്ത് അവരുടെ ബോസ് ആയിരിക്കില്ല, അവരുടെ കൊളീഗ് ആയിരിക്കും. നമ്മൾ ഒരുമിച്ച് ഇതാകണം. പക്ഷെ ജോലി സമയത്ത് കൃത്യമായിട്ടുള്ള അവരുടെ ലീഡറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും സ്ട്രെസ് എടുക്കാൻ സ്ട്രെയിൻ ചെയ്യും. നമുക്കറിയാലോ, ഈസി അല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരും ബിസിനസ്മാൻ ആവണം. അപ്പൊ നമ്മള് എഫേർട്ട് എടുത്ത് ഇതിന് പിറകെ നമ്മൾ ചെറിയ കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ, ഓക്കെ, മെച്യൂർഡ് ആവുന്ന പീരീഡ് പോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്താ പറയാ, നമ്മളൊരു പെറ്റിനെയൊക്കെ നോക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മളൊരു പെറ്റായി കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും നല്ല റിട്ടേൺസ് വരും. ആ റിട്ടേൺസ് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഹാപ്പി ആവുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മോണിറ്ററി സ്ട്രെങ്ത് ഉണ്ടാവും. ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാ കോൺഫിഡന്റ് ഉണ്ടാവുന്നത്. കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ ബാക്കപ്പ് ഫണ്ട് വേണമെന്ന് ഞാൻ പറയും. കാരണം ബാക്കപ്പ് ഫണ്ട് ഉള്ളവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ ഹാവ് സംതിങ്. ഒന്നും ഇല്ലാത്ത ആളാണ് എപ്പോഴും പതറിപ്പോച്ചു. സോ അത് ഉണ്ടാക്കാൻ നമുക്ക് ലീഗലി ഉള്ള മാർഗം വി ഷുഡ് ഡു ലൈക്ക് ജോബ്, അല്ലെങ്കിൽ വി ഷുഡ് ഡു റൺ സം ബിസിനസ്. അപ്പൊ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ്. അതാണ് എല്ലാവരും ഇപ്പൊ ബിസിനസ്സിലോട്ട് പോകുന്നത്. ബട്ട് ബിസിനസ്സിലോട്ട് ഒരു അഞ്ചു പേര് കൂടി മൈക്രോ ഫണ്ടിങ് ചെയ്ത് അവര് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അത് എത്രത്തോളം ഈ ചേർന്ന പാർട്ട്നേഴ്സ് ഒരേ മനസ്സുള്ള ആൾക്കാരാണ്, ഈ എടുത്ത ലൊക്കേഷൻ, ഈ ചെയ്യുന്ന ബിസിനസ്, ഇതൊക്കെ ഒന്ന് പഠിച്ചിറങ്ങിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയി. ആൾക്കാര് എല്ലാ ദിവസവും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഒരുപാട് ബിസിനസ് കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു ടെൻഷനും വേണ്ട, പക്ഷെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പിന്നെ നമ്മള് ഫണ്ടിന്റെ പുറകെയല്ല പോണ്ടേ, പൈസ വരും പൈസ നോക്കിയിരിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പൈസ ഒരു സൈഡിൽ വന്നോളാം. അല്ലാണ്ട് പൈസ കണക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പൈസ വരില്ല. ഇപ്പോൾ ബാക്കപ്പ് ഫണ്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഇപ്പോൾ താങ്കൾ GCC കൺട്രിയിലുള്ള സമയത്ത്, അതായത് ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടായി കാണുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോയതൊന്ന് ഷെയർ ചെയ്യാൻ ഓർമ്മയുള്ള? വേറെ ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ പറയാം. പക്ഷേ പറയാൻ തോന്നുന്നു, കാരണം അങ്ങനെ കടന്നുപോയ ആൾക്കാരുണ്ടോ. അപ്പൊ ആക്ച്വലി ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന്, കണ്ണൂർ സിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇപ്പൊ ഗൾഫിലാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മളൊരു ചെറുപ്പത്തിൽ 22 വയസ്സുള്ള 21 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ 22 വയസ്സുള്ള പയ്യൻ ദുബായിൽ വന്ന് പെട്ടെന്ന് ഒരു സ്ഥാപനം ദുബായ് തുടങ്ങണം എന്ന് പറയുമ്പോൾ അപ്പൊ എപ്പോഴും മോട്ടിവേഷൻ ആണ്. ബട്ട് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് സ്റ്റക്കായി. അപ്പോ ഇതെങ്ങനെ ചെയ്യണം എന്താന്നൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പൊ ആളൊരു
ആ സമയത്ത് ഒരു പേടി ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു അങ്ങനെയൊക്കെ. എങ്കിൽ പോലും ഞാൻ ധൈര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങി. അപ്പൊ കുറച്ച് പൈസ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിച്ചു. കാരണം ഞാനന്ന് 2500 ദിർഹംസിൽ വർക്ക് ചെയ്തു. വളരെ തുച്ഛമായ ശമ്പളത്തിൽ വർക്ക് ചെയ്തു. പക്ഷെ ഭാഗ്യത്തിന് ലൈസൻസ് ഒക്കെ പെട്ടെന്ന് എടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ എടുത്ത് തുടങ്ങിയ സമയത്ത് ലൈക്ക് ആദ്യത്തെ 2-3 മാസം നമുക്കൊരു അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ എക്സ്പെൻസ് കൊടുക്കാൻ പറ്റൂ. അതായത് നമ്മൾ എടുക്കുന്ന അഡ്മിഷന്റെ ലാഭം നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് ആയിട്ട് തുടക്കം. അപ്പൊ ആദ്യത്തെ ഒരു 3-4 മാസം പൈസ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ 1-2 ആൾക്കാരുടെ അടുത്ത് നമ്മുടെ കുടുംബത്തിൽ പൈസ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എടുക്കാൻ ഉണ്ടാവില്ല. ഇത് പൊളിഞ്ഞു പോയാൽ ഇങ്ങനെ കിട്ടും, തിരിച്ചു കിട്ടുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ടെൻഷൻ ഉണ്ടാവും. ബട്ട് എല്ലാവരും സഹായിക്കുന്ന മുന്നോട്ടുള്ളതാണ് എല്ലാവരും. ബട്ട് എങ്കിൽ പോലും അവർ ലിമിറ്റേഷൻ ഉണ്ടാവും. ബട്ട് ആദ്യം ഒരു 1-2 പ്രാവശ്യം 1-2 സുഹൃത്തുക്കളുടെ പൈസ മേടിച്ച് അത് അടച്ചു. റെന്റും 1-2 സാലറിയും ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് ഇതൊക്കെ നമ്മൾ അങ്ങനെ അടച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പിടിച്ചാൽ നമ്മള് മാസം മാസം പ്രോഫിറ്റും എക്സ്പെൻസും നോക്കുമ്പോൾ 3000 ദിർഹംസ് ഞാൻ അങ്ങോട്ട് ഇട്ടു ആദ്യത്തെ 3 മാസം. പിന്നെ എനിക്ക് മനസ്സിലായി നടക്കില്ല. 4ാമത്തെ മാസം മുതൽ നല്ല രീതിയിൽ അധ്വാനിച്ചു. പിന്നെ ഇങ്ങോട്ട് പൈസ എടുക്കാൻ പറ്റി. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു 13ാമത്തെ വർഷം എന്റെ ബിസിനസ് തുടങ്ങിയിട്ട്. ഈ April 14 വിഷു ദിനത്തില് 13 വർഷം. ഒരു വിഷു ദിനത്തിലാണ് ഞാൻ തുടങ്ങുന്നത് ദുബായിൽ പോയിട്ട്. അപ്പൊ ഈ വരുന്ന April 14 13 വർഷം. ഒന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് അഡ്മിഷൻസ് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വെക്കേണ്ടി വന്നിട്ടില്ല. ടച്ച് കൊണ്ട് ദൈവാനുഗ്രഹം ഒരുപാട് നന്നായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ആ സമയങ്ങൾ വിഷമങ്ങളാണ്. പിന്നെ വരുന്നത് ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റി ഡിലേസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും. അതൊക്കെ ഇപ്പൊ നമുക്ക് നോർമലായി യൂസ്ഡ്. ഇപ്പം കുഴപ്പമില്ല, നന്നായിട്ട് പോകും. അൽഹംദുലില്ലാ. ഓക്കെ. അപ്പോ ഇപ്പൊ പറഞ്ഞല്ലേ ബാക്കപ്പ് ഫണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ കുറേയധികം ആൾക്കാർ ഒരു പ്ലാനിങ് ഇല്ലാതെ തന്നെ ഇപ്പൊ പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ കുറെ പേര് ബിസിനസ് രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അതിന് ഭയങ്കര അല്ലെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അതെ, ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഒരു നിങ്ങളിപ്പോ എല്ലായിടത്തും അറിയാലോ, പ്ലാനും കൊണ്ട് ഒരുപാട് ആൾക്കാർ വരും. അപ്പൊ നമ്മള് കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുണ്ടാവും, നമുക്ക് ഇത് ചെയ്താലോ, നമുക്ക് അത് ചെയ്താലോ, ഒരുപാട് നല്ല പ്ലാൻസ് ഉണ്ടാവും. ഞാനിപ്പോ ഇടയ്ക്കൊരു ടോക്ക് ഷോ സെമിനാർ നടത്തുമ്പോൾ കുറെ ആൾക്കാരുടെ വീട്ടിലും സ്റ്റാർട്ടപ്പ് പ്ലാൻസ് ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഇംപ്ലിമെന്റേഷൻ നടക്കില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, വേറൊരു നമുക്ക് നോർമൽ എക്സാമ്പിളോട് എടുക്കാം. നമുക്കൊരു എല്ലാവർക്കും ഹെൽത്തിനോട് ഭയങ്കര താല്പര്യമാണ്. നമുക്ക് ജിമ്മിന് പോകണം, വർക്ക്ഔട്ട് ചെയ്യണം, ജോഗിങ് ചെയ്യണം, സ്വിം ചെയ്യണം, കുറക്കണം, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള പ്ലാൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് ഇംപ്ലിമെന്റേഷനിലാണ് വരുന്നത്. ഇംപ്ലിമെന്റേഷൻ നമുക്ക് മടിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബിസി ആയിരിക്കും, നമുക്ക് ഫ്രണ്ട്സിനോട് പുറത്തു പോകണം, വീട്ടിൽ കിടന്നുറങ്ങണം, ലേസിനെസ് വരുന്നുണ്ടോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു 45 മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്താൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അന്നത്തെ ദിവസം 24 hours കൃത്യമായിട്ട് പോകുമ്പോൾ നമുക്ക് എനർജിയും നമുക്ക് ഒരു മൈൻഡ് പോസിറ്റീവ് വരും. ഇതേപോലെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിക്കോ ബിസിനസ്സിലോട്ട്. ഓക്കെ, നമുക്ക് വരുന്ന പ്ലാൻസ് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്താൽ അതേപോലെ ബിസിനസ്സിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ ഫ്ലോ വരും. ഫിനാൻസ് കൃത്യമായിട്ട് ആ ഫ്ലോ വരും. അപ്പൊ നമുക്ക് ആ ഒരു ഫ്ലോ കൊണ്ടാണ് നമ്മുടെ മനുഷ്യന് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. മനസ്സിലായി? അപ്പൊ ഇംപ്ലിമെന്റേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് പുതിയ ഒരു 5 റൂൾസ് കമ്പനിയിൽ ഇട്ടു. ആ 5 റൂൾസും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ആവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഒരു ലീഡറിന്റെ കടമയാണ്. ഞാൻ ഒരിക്കലും ഒരു ഓണർ എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഓണർ എന്നല്ല വിളിക്കുന്നത്. ആ ഓണർ എപ്പോഴും ഒരു ലീഡർ ആയാലേ ആ ബിസിനസ് സക്സസ്ഫുൾ ആവും. പിന്നെ ആ ലീഡറിന് ആ ബിസിനസിന്റെ പൾസ് അറിയണം. ഇത് നമ്മുടെ സ്റ്റാഫ് ചെയ്യുന്ന വർക്ക്, അഡ്മിൻ ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ വാട്ടെവർ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു ലീഡറിന് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്കിത് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്നൊരു മെസ്സേജ് വന്നാൽ അവിടെ എന്ത് സാധനം ഉണ്ട്, അത് എവിടെ നിന്ന് വന്നു, അത് എത്ര പൈസക്ക് വാങ്ങിച്ചു എന്നുള്ള കറക്റ്റ് പിക്ചർ നമ്മുടെ മൈൻഡിലോട്ട് വരണം. അപ്പൊ മാത്രമേ ഇതൊക്കെ നമുക്ക് ഇത് എക്സ്പീരിയൻസിൽ വരും. പിന്നെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യും. ഞാൻ ഇൻവോൾവ് ചെയ്യുന്നത് ഞാൻ എന്താണ് അറിയുന്നതല്ല, എല്ലാം അറിയാം, പക്ഷെ എല്ലാവർക്കും അതിനുള്ള റൈറ്റ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയുന്നത്. അപ്പോ ഇപ്പൊ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വർഷം അല്ലെ? ലീഡേഴ്സ് തുടങ്ങിയിട്ട് ദുബായിലാണ് ആദ്യം ലീഡേഴ്സ് ഡോക്യുമെന്റ് സർവീസസ് എന്ന് പറയുന്നത് ബിസിനസ് സെറ്റപ്പ് കമ്പനി. അതുപോലെ തന്നെ ഡോക്യുമെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രില്യൻസ് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ലീഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഞാൻ പറയാം ഏകദേശം 10 വർഷം മുന്നേ ഒരു സ്ഥാപനം, ഒരു ഒറ്റയ്ക്ക് തുടങ്ങിയ സ്ഥാപനം, അത് അവിടുന്ന് എക്സ്പാൻഡ് ചെയ്ത നാട്ടിലും. ഇപ്പൊ ദുബായിലാണെങ്കിൽ ലീഡേഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ട്, IT സൊല്യൂഷൻസ് ഉണ്ട്, പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ എല്ലാത്തിനും ലീഡർ ആവണം എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഡിഫറെന്റ് വേർട്ടിക്കൽസ് നമ്മൾ കൊണ്ടുവന്നു. അതിന്റെ അണ്ടറിൽ നല്ല സ്റ്റാഫ്, അതുപോലെ ഒരുപാട് നല്ല ലീഡേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ 8 വർഷത്തിലെ 8 വെർട്ടിക്കൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ സ്മോൾ തിങ്, ഇറ്റ്സ് എ വെരി ബിഗ് തിങ് അല്ലെ? അപ്പൊ അതിന്റെ ഒരു സീക്രട്ട് എന്താണ്? ഇപ്പൊ യങ് ഓൺടർപ്രനേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു സീക്രട്ട് എന്താണെന്ന് പറയാമോ?
എനിക്ക് ആക്ച്വലി വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 6 വർഷം GCC രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്തിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് എടുത്ത് ഒരുപാട് ഇന്റീരിയർ ചെയ്ത് എല്ലാം ചെയ്തൊരു എക്സിക്യൂട്ടീവ് ഒരു വലിയ കോളേജോ കാര്യങ്ങളോ ചെയ്യാനാണ് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ എന്റെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഞാൻ ഒരിക്കലും ബാങ്ക് ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് പ്രഷർഡ് ആവില്ല. ലൈക്ക് എന്റെ മാറ്റി വെച്ച സേവിങ്, നമ്മുടെ അടുത്തുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. ഞാൻ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടി പറയാം. നമ്മുടെ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. അതായത് ചെറിയ രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓരോരാൾക്ക് ഓരോ സ്റ്റൈലാണ്. ഞാൻ വളരെ ചെറിയ രീതിയിൽ പറഞ്ഞു, നേരത്തെ 2000 സ്ക്വയർ ഫീറ്റ് എടുത്തു. ആദ്യം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതായത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്ത് പഠിപ്പിക്കുന്ന സംഭവമാണ് ഞാൻ തുടങ്ങിയത്. അത് മാറി അതിൽ നിന്ന് നല്ല അഡ്മിഷൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി സ്ക്വയർ ഫീറ്റ് ഒക്കെ കൂട്ടി ഏരിയ എടുത്തു റെന്റിനാണ്. അത് നോക്കിയപ്പോൾ പിന്നെ മനസ്സിലായി ഇവിടെ നല്ലൊരു മാനേജ്മെന്റ് കോളേജ് ഇല്ലാന്ന് മനസ്സിലായപ്പോൾ അടുത്ത വെഞ്ചർ ലീഡേഴ്സ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പൊ അതിൽ സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. അപ്പൊ അവിടുത്തെ റെന്റിന് അടുത്ത ഫ്ലോർ എടുത്തു. നമുക്ക് റെന്റ് കൊടുത്ത് മതിയാവും. അപ്പൊ നമ്മൾ ഓൺ ക്യാമ്പസ് ബിൽഡ് ചെയ്തു. കുറുവ കടലായില് ഒരു വലിയൊരു ക്യാമ്പസ് ബിൽഡ് ചെയ്തു. അങ്ങനെ വന്നാണ്. അതായത് നമ്മൾ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കൊരു ടീമിനെ വിട്ട് നടത്താം. പക്ഷെ അതിലും എന്താ പറയാ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ചെറിയ രീതിയിൽ നമ്മുടെ സ്റ്റാഫ് അവിടെ ഫിസിക്കലി ഉണ്ടാവുന്നു, നമ്മുടെ പ്രസൻസ് എത്തുന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മാർക്കറ്റ് പഠിക്കാൻ പറ്റുന്നതാണ് എന്റെ കോൺസെപ്റ്റ്. അപ്പൊ ചെറുതിലോട്ട് തുടങ്ങിയിട്ട് വലുതാവാൻ ശ്രമിക്കുക. അല്ലാണ്ട് ആദ്യം തന്നെ കയ്യിലില്ലാത്ത പൈസയും കടം മേടിച്ച് അറിയാത്ത ആൾക്കാരെ ഷെയർ ഹോൾഡർ ആക്കി മൊത്തം പ്രഷറായി തുടക്കത്തിൽ എല്ലാവരും ഓക്കെ ആയിരിക്കും. പക്ഷെ ഒന്നുകിൽ പൈസ വരാൻ തുടങ്ങിയാൽ ഇല്ലെങ്കിൽ പൈസ ഇല്ലാതിരുന്നാൽ അപ്പോഴാണ് പാർട്ട്ണർഷിപ്പിലെ പ്രോബ്ലംസ് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ വേവ് ലെങ്തുമായിട്ട് ശരിയാവുന്ന ആൾക്കാരെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്ഥാപനം എന്ത് തുടങ്ങിയപ്പോ ചെറിയ രീതിയിൽ തുടങ്ങുക. അതുപോലെ നമ്മുടെ കയ്യിലുള്ള കാര്യം വെച്ച് തുടങ്ങുക. നല്ല പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്കൊരു ഇപ്പം ഈ ബിസിനസ് മേഖലയായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്. അതോടൊപ്പം നിങ്ങൾ ഇതിൽ ഇറങ്ങുകയാണെങ്കിൽ ഇതുമായിട്ട് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പെറ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷനായിട്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരുപാട് സക്സസ് ഉണ്ടാക്കും. നിങ്ങൾ ഇതിൽ നിന്നും ഒരുപാട് ലോകം അറിയും എന്ന് ഒരു എന്താ പറയാ ഓത്തെടുത്ത് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇറങ്ങണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയുന്നത്. എന്തായാലും വിജയിക്കും, നോ ഡൗട്ട് അറ്റ് ഓൾ. നിങ്ങൾ ഡീവിയേറ്റ് ആയി പോകരുത്, ഇതിലോട്ട് ശ്രദ്ധിക്കുക. ഇതൊരു നല്ലൊരു അഡ്വൈസ് തന്നെയാട്ടോ. പ്രത്യേകിച്ച് യങ് ഓൺടർപ്രനേഴ്സിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് അഡ്വൈസ് തന്നെയാണ്. അതേപോലെ തന്നെ ലേഡീസിന് കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് താങ്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലീഡേഴ്സ് ഫാഷൻ ആൻഡ് ബ്യൂട്ടിയിലാണെങ്കിലും ലീഡേഴ്സ് ഫിറ്റ്നസ്സിലേക്കാണെങ്കിലും കുറേയധികം ലേഡീസ് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരാണെങ്കിലും അതേപോലെ തന്നെ GCC കൺട്രീസിലാണെങ്കിലും കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാൻ? അതല്ല, നമുക്ക് ഒരുപാട് ലേഡീസിന് ഇപ്പൊ എന്താ പറയാ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കുറച്ച് പ്രൊഫഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് ഇപ്പൊ ഞാനിപ്പോ ഈ ഇടയ്ക്ക് വീഡിയോ കണ്ടതായിരിക്കും പറയണ്ടാവും. അതായത് ഞാൻ ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ ഒരു അക്കാഡമി ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്. അത് നമുക്ക് എല്ലാ 5 രാജ്യങ്ങളിലും, അതായത് ഇന്ത്യയിലും ഖത്തറിലും ബഹ്റൈനിലും അതുപോലെ തന്നെ UAE ഒക്കെ ഉള്ള ഫിലിപ്പീൻസിലും ഒക്കെ ഉള്ള ഒരു ബ്രാഞ്ചാണ് ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി. ഇത് ജിം ട്രെയിനേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയാണ്. നമ്മൾക്കിപ്പോ ഇവിടെ കാർ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടതുപോലെ ഒരു ഹ്യൂമൻ ബോഡിയെ, ഒരു ക്ലയന്റിനെ നമുക്ക് ട്രെയിൻ ചെയ്യണമെങ്കിൽ ഒരു ലൈസൻസ്, റെപ്സിന്റെ രജിസ്റ്റർ ഫോർ എക്സൈസ് പ്രൊഫഷണൽസിന്റെ ഒരു ലൈസൻസ് കിട്ടും ഇന്ത്യയിൽ. കുറെ ആൾക്കാർക്ക് ഇത് അറിയില്ല. അപ്പൊ ഒരുപാട് ജിമ്മാണ് നമ്മുടെ അടുത്തൊക്കെ ഉള്ളത്. ഇഷ്ടംപോലെ ജിമ്മ്, ഹെൽത്ത് ക്ലബ് ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെയൊക്കെ ട്യൂട്ടേഴ്സിന്റെ ട്രെയിനേഴ്സ് ഉണ്ട്. ഇവരെ പഠിപ്പിച്ചു വിട്ട് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ് ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി. ഇതിൽ ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ലേഡി ട്രെയിനേഴ്സിന് വേക്കൻസി ഉണ്ട്, ഒരുപാട്. അപ്പൊ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഇപ്പോഴും ജോലി കിട്ടിയിട്ടില്ല. ഡിഗ്രി പഠിച്ചു അല്ലെങ്കിൽ UG PG ഒക്കെ പഠിച്ചു, എന്നിട്ടും 5000 രൂപ 10,000 രൂപ 5000 രൂപ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി ഗേൾസിന്റെ അടുത്ത് പറയാൻ കാരണം, ഗേൾസിന് എല്ലാ ജിമ്മിനും ആവശ്യമുണ്ട്, ബോയ്സിനും ആവശ്യമുണ്ട്. ബട്ട് ഇപ്പോഴും നമുക്ക് തന്നെ റിക്വയർമെന്റ് ഉണ്ട് ഒരുപാട്, നമുക്ക് മാത്രമല്ല എല്ലാ ജിമ്മിനും. അപ്പോൾ ഇതിനൊന്നും വേണ്ട 10th പാസ്സാവുക, അതോടൊപ്പം കുറച്ച് ജിമ്മിൽ പോയി ഒരു 4-5 മാസത്തെ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോബ് ഉറപ്പാണ്. കേരളത്തിലാണെങ്കിൽ അവർക്ക് ഒരു 40,000 മുതൽ 50,000 വരെ മാസം വരുമാനം ഉണ്ടാക്കാം ഒരു ട്രെയിനറായിട്ട്. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് ഈ ഇന്ത്യയിലെ 1 ലക്ഷം രൂപ വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എൻ്റെ സ്ഥാപനത്തിലൂടെയും മറ്റ് സ്ഥാപനത്തിലൂടെയും ഈ മേഖലയോട് വരുന്നത്. അതേപോലെ തന്നെ ഫാഷൻ ആൻഡ് ബ്യൂട്ടി അക്കാഡമി, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സലൂൺ ഇടാം, നമുക്ക് ഫ്രീലാൻസ് ചെയ്യാം, നമുക്ക് സ്കൂളുകളിലൊക്കെ ഇവന്റ് പോയി ചെയ്തു കൊടുക്കാം.
അങ്ങനെയുള്ള കോഴ്സുകൾ, ഇങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സാധ്യതകളുണ്ട്. അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പൊ നേരത്തെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ, അതായത് കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട്. എല്ലാം പിന്നെ ഒരു എക്സ്പീരിയൻസ് ത്രൂ ആണ് നമുക്ക് മനസ്സിലാവാറുള്ളത്. അപ്പൊ താങ്കൾ പെട്ടെന്ന് മിങ്കിൾ ആകുന്ന ഒരു പ്രകൃതമാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പോ ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു ബിസിനസ് മാൻ ആയതുകൊണ്ട് തന്നെ കുറേയധികം കൂട്ടുകെട്ടുകൾ താങ്കൾ തേടിയും എത്തിയിട്ടുണ്ടാകാം. അപ്പൊ ഈ കൂട്ടുകെട്ടിന് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ്, നമ്മളിപ്പോ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല കൂട്ടുകെട്ട്, ചീത്ത കൂട്ടുകെട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതില് എത്രത്തോളം സക്സസ്ഫുൾ ആണ് താങ്കൾ? ദയവായി കുറിച്ച് അത് ഞാൻ പറയുകയാണെങ്കിൽ, പരിചയപ്പെടുന്ന ആളുകളൊക്കെ നല്ല ആളുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുവരെ മോശത്തില് പോയി പെട്ടിട്ടില്ല, പെടുത്താതിരുത്തട്ടെ. കാരണം നമ്മൾ എങ്ങനെ ഒരാളോട്, അവര് നമ്മളോട് എങ്ങനെ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ കണ്ണൂരുള്ള എനിക്ക് തിരുവനന്തപുരത്ത് ഒരാളെ പെട്ടെന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഫിസിക്കലി ഒരാളെ വിട്ടെങ്കിൽ സുഹൃത്താണ് നല്ലത്. ഓക്കെ. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ക്ലാരിറ്റി ഉള്ള ഇൻഫർമേഷനും ക്വാളിറ്റി ഉള്ള വർക്കും നമുക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഒരുപാട് നല്ല നല്ല ആളുകളായിട്ട് നമ്മള് ബന്ധപ്പെടുക, ലൈക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, നമ്മൾ കാണുന്ന സമയം ആത്മാർത്ഥതയോട് പെരുമാറുക, അത് എന്തും ഓർമ്മ ഉണ്ടാവും. അപ്പൊ എല്ലാ ദിവസവും വിളിക്കണമെന്നില്ല ഒരാളെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാണുമ്പോൾ അന്ന് കണ്ട പവറിനേക്കാൾ കൂടുതൽ പവറിൽ കാണും. അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം അതേ പവർ ഉണ്ടാവും. അത്ര സിമ്പിളാണ് കാര്യം. സിമ്പിളാണ്. അതേപോലെ തന്നെ ഇപ്പോ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇത് തുടങ്ങണോ വേണ്ടയോ, അതായത് ഒരു സെൽഫ് ഡൗട്ട്, തുടങ്ങിയ പ്രശ്നത്തിലേക്ക് പോകുമോ, അതോ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകണോ, അങ്ങനത്തെ ഒരു സെൽഫ് ഡൗട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനെങ്ങനെയാണ് തരണം ചെയ്യാൻ വേണ്ടി പറ്റും? എന്തായാലും ഉണ്ടോ. കാരണം ഞാനൊരു എന്താ പറയാ, അത് എനിക്ക് വ്യക്തി വന്നല്ല. കാരണം ഫാദറിന്റെ ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു. ലൈക്ക് ഫാദറിന്റെ കഫ്റ്റീരിയ ഉണ്ടായിരുന്നു അബുദാബിയിൽ, ചെറിയ കഫ്റ്റീരിയ. അപ്പൊ അത് കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ലാസ്റ്റ് എല്ലാം കൂടി വൈൻഡപ്പ് ചെയ്ത് പോയാൽ അതിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. അതുപോലെ ഫാദറിന്റെ ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇത് റെസ്റ്റോറന്റ് മേഖല അങ്ങനെ കണ്ട് ഒരു താല്പര്യമുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനൊരു അവസരം വന്നപ്പോ ഞാനൊരു ഇത് വന്നപ്പോ, കോയിൻസിഡൻസിന് ഒരു ആവശ്യം വന്നപ്പോ അതിലേക്ക് ചേർന്നു. അത് 5 പേരായിട്ട് തുടങ്ങിയ റെസ്റ്റോറന്റ് ആണ് അബുദാബിയിൽ. അപ്പൊ ഇങ്ങനെ ആ സമയത്തെ, അത് തുടങ്ങുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ അറിയാത്ത മേഖല, ഞാൻ ഇല്ലാത്ത സ്ഥലം. ഇപ്പൊ ഡൗട്ട് അടിച്ച കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു പ്രശ്നം പോലെ, പ്രശ്നം മീൻസ് നമ്മൾ ഇറങ്ങാത്ത, അതായത് ഈ ലീഡർ പ്രസൻസ് ഇല്ലാത്ത ബിസിനസ് കുറച്ച് എപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ ഡൗട്ട് അടിച്ചാൽ കുറെ ചിന്തിക്കേണ്ടിയിരിക്കും. പിന്നെ നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ, ഞാൻ ചെയ്യാണ്ടിരുന്ന ഒരു തെറ്റാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്റെ ബ്രാൻഡിൽ ലിസ്റ്റ് ഇങ്ങനെ പോകണമെന്നൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ക്ലോസ് ചെയ്യാൻ ഒരു മടിയായിരുന്നു. റെസ്റ്റോറന്റ്, ടേസ്റ്റ് ഹൗസ് അബുദാബിയിൽ ക്ലോസ് ചെയ്യണ്ടെന്ന് തോന്നുമായിരുന്നു. അങ്ങനെ ചുമ്മാ പിടിച്ചു നിർത്തിയിട്ട് കുറെ പൈസ കഴിഞ്ഞു പോകും. ഓക്കെ. ഇപ്പുറത്ത് നമ്മള് ഏൺ ചെയ്യുന്ന പൈസ അപ്പുറത്ത് ഇത് നിലനിർത്താൻ വേണ്ടി ഇട്ട് കൊടുക്കും. ഇത് തെറ്റാണെന്നുള്ള കാഴ്ചപ്പാട് കുറച്ച് എക്സ്പീരിയൻസിലെ മനസ്സിലായി. പറ്റാത്തത് ഒരു വർഷം നോക്കിയിട്ട് അതവിടെ ക്ലോസ് ചെയ്യും. കാരണം നമുക്കൊരു ഷെയ്മോ അല്ലെങ്കിൽ ഒരു ഡിഗ്രഡേഷൻ ആവശ്യമില്ല. നമ്മൾ അതിനേക്കാൾ 2 പുതിയ നമുക്ക് പറ്റുന്ന കാര്യം തുടങ്ങും. അപ്പൊ അതൊരു ടൈമിൽ എപ്പോഴും മെജോറിറ്റി പോസിറ്റീവ് ആണെങ്കിലും കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും എല്ലാവർക്കും. അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ റെഡി ആവണം എന്നാണ് എനിക്ക് പറയുന്നത്. എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ഇപ്പൊ താങ്കളെ കുറേയധികം പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടല്ലേ. അതേപോലെ ഇപ്പൊ ഹർഷദിന് റോൾ മോഡൽ ആയിട്ട് കാണാൻ പറ്റുന്ന, അതായത് താങ്കൾക്ക് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകുമല്ലോ, അവരെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞാന് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ജയ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഡോക്ടർ സന്ദീപ് ബക്ഷി. അപ്പൊ ആ റോൾ മോഡൽ ഡോക്ടർ സന്ദീപ് ബക്ഷി ചെയ്തപ്പോ അവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ നമുക്കുണ്ട്. കാരണം അവർ ഇൻസ്പിറേഷൻ ആണല്ലോ. പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ, നമ്മുടെ ടീച്ചേഴ്സ്, അതായത് ഞാൻ എന്താ പറയാ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, എല്ലാവർക്കും ഒരു പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ട്. നമുക്കും പോസിറ്റീവ് ഒരുപാട് കാര്യമുണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് മാത്രം ആൾക്കാർ മോട്ടിവേഷൻ ആക്കി എടുക്കുക. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങള്, പുറത്താക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് എന്നിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കോയമ്പത്തൂരിൽ മോഹൻ സാർ, അദ്ദേഹം എന്റെ റോൾ മോഡലാണ്. അദ്ദേഹമാണ് എനിക്ക് ഇവന്റ് നീ നടത്തൂ അങ്ങനെ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത്. ആ ഇവന്റ് സക്സസ്ഫുൾ ആയി. അവിടുത്തെ കോളേജിൽ ഇലക്ഷൻ നിന്നപ്പോൾ തമിഴ്നാട്ടില് കോളേജ് സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തു. അവസാനം ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ഓഫ് കോളേജ് ആയി. പിന്നെ അഡ്മിഷൻസ് ഒക്കെ ചെയ്ത് അവിടുത്തെ ഒരു ബിസിനസ് കാര്യങ്ങൾ പതുക്കെ തുടങ്ങി. ഇതൊക്കെ ഒരു മോട്ടിവേഷനാണ്. അതുകൂടാതെ എന്റെ നാട് എനിക്ക് മോട്ടിവേഷനാണ്, കണ്ണൂർ സിറ്റി. നമ്മള് കണ്ണൂർ സിറ്റി പറഞ്ഞാൽ കുറെ കച്ചവടക്കാർ ഇപ്പൊ നോമ്പിന് തന്നെ നിങ്ങൾക്ക് അറിയാം, ചന്ത, സ്റ്റാള്. ആക്ച്വലി എന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഈ റോഡ് സൈഡിൽ ചിരണ്ടി വിറ്റിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ഉമ്മാനോട് പറയും, അഷാരിനോട് പറഞ്ഞൊരു പലക,
എന്നിട്ട് സ്വയം സൈക്കിൾ എടുത്ത് പോയി സിറ്റി ഐസ് പ്ലാന്റ് ഐസ് എടുക്കും. ഐസ് എടുത്ത് വന്ന് മരം മില്ല് പോയിട്ട് ഈ ഐസ് മെൽട്ടാവാതിരിക്കാൻ വേണ്ടി ഈർച്ച പൊടി എടുത്തിട്ട് ചാക്കിൽ വെച്ച് അതെടുത്ത് കഴുകി ചിരണ്ടി വെക്കൽ പരിപാടിയായിരുന്നു തുടക്കം. അതുകൊണ്ടൊരു ബിസിനസ് തുടക്കം എന്ന് പറഞ്ഞാൽ ചെറിയ ചൈൽഡ്ഹുഡിൽ ഉണ്ട്. അപ്പൊ പൈസ എടുത്ത് കൊണ്ടുവന്ന് വീട്ടുകാർക്ക് കുറച്ച് കൊടുത്ത് ഇവർ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് +1 +2 പഠിക്കുമ്പോൾ ഓൾ ഇൻ വൺ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സെന്റർ സിറ്റിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതും 2 വർഷം +2 പഠിക്കുന്നു, വൈകിട്ട് പോയിട്ട് റീചാർജ് ചെയ്യുന്നു, ഇന്റർനെറ്റ് പെർ അവർ ബേസ് കൊടുക്കുന്നു, നാട്ടിലേക്കുള്ള ഗൾഫ് കോൾസിന്റെ ഒരു പ്രോഗ്രാം അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു. പിന്നെയാണ് കോയമ്പത്തൂർ ഇത് സ്റ്റോപ്പ് ചെയ്ത് കോയമ്പത്തൂർ പഠിക്കാൻ പോയപ്പോൾ അവിടുന്ന് അഡ്മിഷൻ പരിപാടിക്ക് ചെയ്തു. അപ്പൊ എന്റെ നാട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ഞാൻ അവിടെ പോയി നിൽക്കുമല്ലോ, ബ്രദറിന്റെ കസിന്റെ കൂടെ സിറ്റിയിലൊക്കെ സ്റ്റോളിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യൽ മൈതാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. അപ്പൊ എല്ലാം ഒരു മോട്ടിവേഷൻ തന്നെയാണ്. പല കാര്യങ്ങളും പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു നല്ല ഒബ്സർവർ ആണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരാളെ ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു സാഹചര്യം ആയിക്കോട്ടെ ഒക്കെ ഒബ്സർവ് ചെയ്ത് ഒരു ഇവാലുവേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ ഒരാളല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വ്യക്തികളാണെങ്കിലും എല്ലാം ഇതിൽ പറയാൻ പറ്റത്തില്ല. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എന്നെ മാർഷൽ ആർട്സ് ഗുസ്തിയൊക്കെ പഠിപ്പിച്ച ആൾക്കാർ, എല്ലാവരും നമുക്ക്, കാരണം മാർഷൽ ആർട്ട് ഉണ്ടെങ്കിൽ അത് പോയി തല്ലാനോ കാര്യങ്ങളൊക്കെ നമുക്കൊരു കോൺഫിഡൻസ്, നമുക്ക് സ്വയം ഒരു ധൈര്യം, ആ ധൈര്യമൊക്കെ ഇതിന് ആവശ്യമാണ്. അപ്പൊ എല്ലാ മക്കളും എല്ലാ രക്ഷിതാക്കളും അവരെന്തെങ്കിലും ഒരു സ്പോർട്സിൽ ചേർക്കണമെന്ന് വളരെ വിനീതമായി റിക്വസ്റ്റ് ചെയ്യും. ഞാൻ ശരിക്കും കണ്ണൂരിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന് മുന്നേ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ താങ്കളുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് ആണ്. താങ്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും താങ്കൾക്ക് അഡിക്ഷൻ ആണ്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ യൂത്തിനെ കുറിച്ച് അറിയാലോ, അവർ അഡിക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ് അല്ലെ, ഡ്രഗ് അഡിക്ഷൻ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ താങ്കൾക്ക് അവരുടെ അഡിക്ഷൻ ആക്ച്വലി എന്തായിരിക്കണം, എന്താണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നും ഈ ഒരു ഡ്രഗ് മാറ്റാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആക്ച്വലി നമുക്കറിയാം ഇപ്പോ കാണുന്ന വാർത്തകൾ എല്ലായിടത്തും ഒന്നാണ്. എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ രക്ഷിതാക്കളെ ആണെങ്കിലും ഇല്ലെങ്കിൽ അധ്യാപകരെ ആണെങ്കിലും കുട്ടികളൊന്നും റെസ്പെക്ട് ചെയ്യുന്നില്ല. ഫുൾ പ്രശ്നം നമ്മുടെ ഗുരുക്കന്മാരാണ്. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ അവരുടെ ബ്ലെസ്സിങ് നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നു. നമ്മൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ ആ ടീച്ചേഴ്സിനെ ഒന്ന് പഠിച്ചില്ലെങ്കിൽ സാരില്ല, നിങ്ങൾ റെസ്പെക്ട് ചെയ്താൽ അവരുടെ അനുഗ്രഹം മതി നമ്മൾ വളരാൻ വേണ്ടി. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാർ, നമ്മുടെ ഉമ്മ ഉപ്പ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്താ പറയാ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ അവരുടെ ഒരു ഹാപ്പിനെസ് നമുക്ക് തിരിച്ചു വരും. ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ യൂത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അത് അവർ മനഃപൂർവ്വം അല്ല, ശരിക്കും അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. വീട്ടില് എല്ലാ ദിവസവും കൃത്യരീതിയിൽ വളർത്തി അവർ രാത്രി വരുന്നുണ്ടോ, അവരെവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രശ്നം വരില്ല. എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല, മക്കളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ആ മക്കളെ പിന്നെ നാട്ടുകാർക്ക് കൺട്രോൾ കിട്ടില്ല, ആർക്കും കിട്ടില്ല. ലീഗലി വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും രക്ഷിതാക്കളെ അലർട്ട് ആയിരിക്കണം. കുറെ കഴിഞ്ഞ് അവർ പറയും സ്റ്റേഷനിൽ പോയിട്ടും കോളേജിൽ വന്നിട്ടും ഞാൻ എന്താ ചെയ്യാ സാറേ, എന്റെ കുട്ടികളൊന്നും കേൾക്കുന്നില്ല, അവരെന്റെ അടുത്ത് തല്ലിവിടാൻ വരുന്നു. ആ പഠിപ്പിക്കേണ്ട സമയത്ത് ഗൈഡ് ചെയ്യേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യണം. അപ്പൊ ഓക്കെ, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പറഞ്ഞ് മാറ്റാൻ നോക്കുക. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഉള്ള പരിഹാരം മെഡിക്കേഷനോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ഡ്രഗ്സിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാം കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് പടർന്ന് പന്തലിക്കുകയാണ്. ആക്ച്വലി ഞാൻ കാണുന്നത് ഒരു മാറ് പോലെ തന്നെയാണ്. നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്ട്സ്, നമ്മുടെ ക്വാളിറ്റി മനുഷ്യന്മാരെ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ നശിപ്പിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ പടർന്നു പോയി. അതുപോലെ തന്നെയാണ് ഈ ഡ്രഗ്സും. ഇത് ഒരാൾ യൂസ് ചെയ്താൽ, ഞാനിപ്പോ ഇങ്ങനെ ആയാലും പടുത്താൽ ടേസ്റ്റി ഫ്രണ്ട്ഷിപ്പിൽ നമ്മളെല്ലാം ചെയ്യും. നമ്മളൊരു 10 പേര് ഇരിക്കുമ്പോൾ ആരെ പുറത്തുനിന്ന് കമന്റ് പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പിൽ നമ്മളെല്ലാം ചെയ്തു പോവുകയാണ്. അപ്പോ ചൂസ് ചെയ്ത ഫ്രണ്ട് നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുന്നത് ആരെ കൂടിയാണ്, അവരെന്താ പോക്കറ്റിൽ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ആ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ പോയാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും. പിന്നെ ഇതുപോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്മാറാൻ പറ്റത്തില്ല. അത് പിന്നെ അവരുടെ കുറ്റമല്ല, അവരുടെ സാഹചര്യങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ കൂടെ ഉള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഇതിലൊക്കെ പെട്ടുപോയ ആൾക്കാർ തിരിച്ചു വരിക. നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാക്കണം, നിങ്ങൾ വിജയിക്കണം. നമ്മൾ വിചാരിച്ചാൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒന്നുമില്ല. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു അപാര സാധ്യതയാണ്. അവരെ തോപ്പിക്കാൻ പറ്റില്ല. അവരുടെ കാപ്പബിലിറ്റി, എലിജിബിലിറ്റിയും എല്ലാം വേറെ ലെവലാണ്. അപ്പൊ ആ മനുഷ്യൻ വിചാരിച്ച മാറ്റാത്ത ഒന്നുമില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്നും മാറുക. നിങ്ങളുടെ അഡിക്ഷൻ നിങ്ങളുടെ ലൈഫ് ഹാപ്പിനെസ് ആവണമെന്നാണ് ഞാൻ പറയുന്നത്.
സോ ഹർഷദ് ആക്ച്വലി ഇപ്പൊ ഒരു ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ശരിക്കും എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ഞാനും മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കേൾക്കുന്നവരും എല്ലാവരും മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഗോളിലേക്ക് എത്താം. നേരത്തെ ഹർഷദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾക്കിപ്പോ ഒരു ഗോൾ ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം, എത്രമാത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. ഞാൻ എന്റെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഓക്കെ എപ്പോഴും നമ്മളെന്താ ഞാൻ പറഞ്ഞ നേരത്തെ എല്ലാവരും സക്സസ്ഫുൾ ആവും. നമ്മൾ സ്കൂളിൽ പോയിക്കും എന്താവാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു മോട്ടിവേഷൻ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ബിസിനസ്മാൻ ആവണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ ആ സമയത്ത് നമ്മൾ പറയുന്നത് അറ്റൻഷൻ ആവണമെന്ന് രീതിയിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ബിൽഗേറ്റ്സിനേക്കാൾ ഒരു രൂപ അധികം വേണമെന്നൊക്കെയാണ് ചിന്തയിലൊക്കെ പഠിക്കുമ്പോൾ എണീച്ച് നമ്മൾ പറയാം, അങ്ങനെ ജസ്റ്റ് പറയാം. അപ്പോ ഓരോരാൾക്ക് ഓരോ വിഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുക്കുക, നിങ്ങൾക്ക് വളരണം, ചിന്തിക്കണം, അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരണം. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാം. അല്ലാണ്ട് നമ്മൾക്ക് ഒരു പ്ലാൻഡ് ഇല്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഈ ഫിലിപ്പീൻസിൽ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ജയ്പൂർ കാണും, ഞാൻ ചെന്നൈയിൽ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും വിചാരിച്ചില്ല. ഞാൻ ദുബായി പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ അത് എങ്ങനെയും നടത്തിക്കൊണ്ട് പോകണം, ഒരു വണ്ടി ചേർത്ത് എടുക്കണം എന്നൊക്കെ വിചാരിച്ച ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മളത് വൃത്തിയായിട്ട് ചെയ്യാം, സന്തോഷത്തോടെ ചെയ്യാം. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഇമാജിനേഷൻ, നമുക്കൊരു ആരും കാണാതെ നമ്മുടെ മുമ്പിൽ ഒരു ത്രെഡ് ഇങ്ങനെ താഴെ വരും. അതാണ് നമ്മുടെ സക്സസ് അല്ലെങ്കിൽ ഗ്രോത്തിന്റെ ത്രെഡ്. അത് വേറെ കാണാനൊന്നുമില്ല, വരും. അത് ഫീൽ ആയിരിക്കും. മേ ബി നമുക്ക് ഇൻകം വരുന്ന ഫീൽ ആയിരിക്കാം, നമുക്ക് ഒരുപാട് സ്റ്റാഫ് കൂടുന്ന ഫീൽ ആയിരിക്കാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന ഫീൽ ആയിരിക്കാം. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ സക്സസിന്റെ ഒരു ത്രെഡ് നമ്മുടെ മുന്നിൽ വീഴും. അത് നോക്കി നടന്നാൽ കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ഇൻവിസിബിൾ ആണ്. വിസിബിൾ ആവണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യണം. ഡെഡിക്കേഷൻ എന്തും ജോലി ചെയ്യുമ്പോൾ നമുക്ക്, ഇപ്പൊ ജോലിക്കാരാണെങ്കിൽ, ഇപ്പൊ കേൾക്കുന്ന എല്ലാവരും ജോലിക്കാരാവണമെന്നില്ല. ഇപ്പൊ ജോലിക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് ജോലി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻക്രിമെന്റ്, സാലറി, പ്രൊമോഷൻ എല്ലാം കമ്പനി തരും. അതാണ് നിങ്ങളുടെ ഗ്രോത്ത് ത്രെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ബിസിനസ്സുകാരാണെങ്കിൽ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വിസിബിൾ ആവുന്ന ഒരു സമയം വരും. അപ്പൊ നമ്മൾ തിരിച്ചറിയും, വി ആർ ബിസിനസ്മാൻ, നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്, നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ത്രെഡ് പിടിച്ച് ഇത് പൊട്ടാതെ കയറാന്നുള്ള ടാസ്ക് ഉണ്ട്. ത്രെഡ് വളരെ തിന്നായിരിക്കും. ഞാനൊരു കോൺസെപ്റ്റ് രീതി പറയാം കേട്ടോ. വളരെ ഇതായിരിക്കും. ലൈക്ക് നമ്മൾ ഇതിനെ പോലും വേദനിപ്പിക്കാതെ നമ്മൾ മുകളിൽ പിടിച്ച് കയറുന്നൊരു ജേണിയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അതൊരിക്കലും പൊട്ടരുത്. നമ്മൾ അതിനെ പോലും വേദനിപ്പിക്കാതെ കയറുക, അത്ര അലേർട്ട് ആയിരിക്കണം. പക്ഷെ അത് വരും നമുക്ക്. അപ്പോൾ അതിൽ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ, പ്രോപ്പർ എക്സ്പാൻഷൻ, പ്രോപ്പർ ഫിനാൻസ് മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ആ ത്രെഡ് നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു ദിവസം വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആശംസകൾ അറിയിക്കും. നമുക്ക് നമ്മുടെ മേഖലയിൽ ഏറ്റവും ടോപ്പ് ആവാൻ പറ്റും. കാരണം ഇപ്പൊ ഒരുപാട് ടെക്നോളജീസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ മാത്രമല്ല പല കാര്യങ്ങളും എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ സെൽഫ് ബ്രാൻഡ് ചെയ്യുന്നതും നമ്മൾ മുന്നോട്ട് വരുന്നതും എല്ലാ ആൾക്കാരോടും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ആ ഒരു ഇതുണ്ടാവട്ടെ. എപ്പോഴും മോട്ടിവേഷൻ ടോക്ക് കേൾക്കുമ്പോൾ ലൈക്ക് ആ ഒരു സമയം മോട്ടിവേറ്റഡ് ആവും, പിന്നെ ഡ്രെയിനേജ് ആയിട്ട് എനർജി ലൂസ് ആവും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കേട്ടു, പിന്നെ അടുത്ത് നമ്മുടെ കുറെ കോംപ്ലിക്കേഷൻസ്, പ്രശ്നങ്ങൾ ആലോചിച്ച് പോകുന്നതുകൊണ്ടാണ്. ഇവരുടെ പ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ ഒരു ഓട്ടം മുന്നോട്ടേക്ക് ഓടിയാൽ നിങ്ങൾ പിന്നോട്ട് വരേണ്ടി വരില്ല, നിങ്ങൾ വിജയിക്കും എന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ അറിയിക്കാം. അല്ലെ, നമ്മൾ ഒന്നിനെ ശരിക്കും പ്രണയിച്ചാലല്ലേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് ഞാനതാ പറഞ്ഞു, സ്നേഹത്തോടെ ഒരു പെറ്റായിട്ട് നമ്മുടെ വീട്ടിലൊരു പെറ്റിന് എന്തായാലും നമ്മൾ നന്നായി നോക്കില്ലേ. അതേപോലെ തന്നെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഒരു ലിമിറ്റും വെക്കരുത്. മറ്റുള്ളവരെ ഉപദ്രവം ഇല്ലാത്ത രൂപത്തില്, ലിമിറ്റ് ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ജീവിക്കുക, സന്തോഷിക്കുക. പിന്നെ ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മള് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മളെ പോലെ എല്ലാവരും ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ, വസ്ത്രങ്ങളില്ലാത്തവരുണ്ടോ, പഠനം പൂർത്തിയാക്കാത്തവരുണ്ടോ, നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. സോഷ്യൽ ചാരിറ്റി ആണെങ്കിലും എല്ലാ മേഖലയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്നവര് ചെയ്തു കൊടുക്കുക എന്ന് പറയാം. അതിന്റെയൊക്കെ പുണ്യവും നമുക്ക് ഒരുപാട് ഉണ്ടാവും, അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ രക്ഷിതാക്കളുടെ ബ്ലെസ്സിങ്, ഫാമിലിയുടെ ബ്ലെസ്സിങ് എല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്കും ഉണ്ടാവണം. എന്താ പറയാ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ സ്റ്റാഫ് മെമ്പേഴ്സ്, എന്റെ ഗുരുക്കന്മാര്, ലൈക്ക് എന്റെ വെൻഡേഴ്സ്, യൂണിവേഴ്സിറ്റി ആൾക്കാരെല്ലാവരും. അപ്പൊ ഇവരോടൊക്കെ, അതുപോലെ നാട്ടിലാണെങ്കിലും അബ്രോഡ് ആണെങ്കിലും ഒക്കെ അവിടുത്തെ ഭരണാധികാരികള്, അവിടുത്തെ പൊളിറ്റീഷ്യൻസ്, ആളുകൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
ഹർഷദ്, വളരെ നല്ല രീതിയിലുള്ള ഒരു ടോക്ക് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഈ ഒരു തിരക്കിനിടയിലും ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സവിത. സവിതയുടെ ചോദ്യങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഉത്തരം പറയാൻ പറ്റി വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.